ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. കായംകുളത്തുകാരൻ അർജുനാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീടിൻ്റെ മോൾവശം കുറച്ച് നാൾ കൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത് സത്യം പറഞ്ഞാൽ. പിന്നെ അന്നേരം വീടിൻ്റെ മോൾവശം ഒന്ന് കഴുകി ക്ലീനായി വെള്ളമൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ചെറിയ ഒരു പ്ലാസ്റ്റിക് പോലൊക്കെ ചെയ്യാനുള്ള പരിപാടിയുടെ ഉദ്ദേശമാണ്. അന്നേരം അതിന് മുമ്പ് ഒന്ന് കഴുകിയെടുക്കണ്ടേ, അതുകൊണ്ടൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ആ കഴുകിയെടുക്കുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി കഴിഞ്ഞുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ കഴുകി കഴിഞ്ഞുള്ള വീഡിയോ കഴിഞ്ഞ് നമുക്ക് എടുക്കുന്നതാണ്. എങ്ങനെ കഴുകുന്നതിന് മുമ്പുള്ളതും കഴുകി കഴിഞ്ഞുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് അതായത് നമ്മുടെ വീടിൻ്റെ റൂഫ് വർഷം ഒന്ന് കഴുകി കഴിഞ്ഞുള്ള ഒരു വീഡിയോയുടെയും വ്യത്യാസം. അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മൊത്തം കരിയും പാലും ഒക്കെ പിടിച്ചെടുക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ റബ്ബറും ഉണ്ടായതുകൊണ്ട് റബ്ബറിൽ നിന്ന് വീഴുന്ന വെള്ളവും എല്ലാം കൂടെ ആയി മൊത്തത്തിൽ പായൽ പിടിച്ച ഒരവസ്ഥയിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തും എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇതൊന്ന് കഴുകാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുള്ള മെഷീനൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് ഒരു ദിവസത്തേക്ക് 800 രൂപയാണ് മെഷീൻ്റെ വാടക. ഇവിടെ അന്യായ വാടകയാണ് ഒരു ദിവസത്തേക്ക്. പിന്നെ 800 രൂപയ്ക്ക് കഴുകുന്ന മെഷീനൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ കഴുകൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മെഷീനാണ്, നല്ല പവറാണ്. ചുമ്മാ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, പായലൊക്കെ പടപെടാന്ന് ഇളകി മാറുന്നത്. 10-18 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അന്നേരം പായലൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കുകയാണ്. റബ്ബറും തോട്ടം അതിൻ്റെ തൊട്ടപ്പുറത്ത് റബ്ബറും തോട്ടം ആയതുകൊണ്ട് പായലൊക്കെ നല്ല ഒരു സൈഡിൽ കിഴക്കൻ സൈഡിൽ നല്ലപോലെ പായലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇത് അടിച്ചിളക്കാതിന് ഈ മെഷീൻ ഇവിടെ എല്ലാം ഓടിച്ചെങ്കിൽ നല്ലപോലെ ഇളകുമെന്നുള്ള വിശ്വാസമുണ്ട്. സുല്ലണ്ണാണ് ഇതിൻ്റെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി മിഷൻ വെച്ചേണ്ട കഴിയ ഭാഗങ്ങൾ നോക്കി നല്ലപോലെ വെളുത്ത് വരികയാണ്. മറ്റേ പായലൊക്കെ നല്ലതുപോലെ ആ മിഷൻ വെച്ച് അടിച്ച് കഴുകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കഴിയ ഭാഗത്ത് മെറ്റിലൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ പായലൊക്കെ ഇളകി പോകുന്നുണ്ട്. അതിൻ്റെ കഴുകുന്നത് കണ്ടോ, നല്ലപോലെ നല്ല നല്ല പവറുള്ള മെഷീനാണിത്. ഈ മെഷീൻ വെച്ച് കഴുകുമ്പോൾ അതിൻ്റെ പായലൊക്കെ മാറിയാണ്ട് അതിൻ്റെ മെറ്റിലൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല രീതിയിൽ കഴുകാൻ പറ്റുന്നൊരു മെഷീനാണിത്. പെയിൻറ്റൊക്കെ അടിച്ചോട്ട് വെച്ച് ഇത് വെച്ച് അടിച്ചാൽ ചിലപ്പോൾ പെയിൻറ്റ് വരെ ഇളകി പോകും. അതൊരു അമ്മാതിരി പവറുണ്ട് ഈ മെഷീന്. നല്ലപോലെ കരിയോയിലും പായലും ഒക്കെ പിടിച്ച് കിടക്കുവാണ്. പായലും കരിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. അതെല്ലാം റെഡിയായി വരുന്നുണ്ട്. ദാണ്ട സുഹൃത്തുക്കൾ, ഈ ഒരു മെഷീനാണ് നമ്മൾ ഈ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു മെഷീനാണ് ഉപയോഗിക്കുന്നത്. നല്ല പവറുള്ള മെഷീനാണ് സുഹൃത്തുക്കളെ ഇത്. കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് നോക്ക് സുഹൃത്തുക്കളെ. ഇവിടെ എല്ലാം പായൽ പിടിച്ചിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട്. ആ മെഷീൻ വെച്ച് കഴിയതാണ്. ഈ നല്ല വൃത്തിയായി മെറ്റിലൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വൃത്തിയായിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ ഈ ഇഷ്ടികയിലൊക്കെ നല്ലപോലെ പായൽ പിടിച്ചിരുന്നതാണ്. ഇവിടെ എല്ലാം കഴുകി വൃത്തിയായിട്ടുണ്ട്. ഒരു സൈഡെല്ലാം ഫുള്ള് കഴുകിയിട്ടുണ്ട്. ഇനി ഒരു സൈഡൂടെ കഴുകാനുണ്ട്. അതാണ് ഈ കറുത്ത് കിടക്കുന്ന ഭാഗം. നല്ലതുപോലെ പായലൊക്കെ മാറി നല്ല സെറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഈ മെഷീൻ നല്ല പവറുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഴുകാൻ പറ്റും. കൂട്ടുകാരെ, കഴിഞ്ഞുള്ള ഫൈനൽ ഔട്ട്പുട്ടാണിത്. പിന്നെ എൻ്റെ കണ്ടോ, നല്ലപോലെ പാലൊക്കെ ഇളകി മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് പ്ലാസ്റ്റർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. പ്ലാസ്റ്റർ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിനു മുമ്പ് പ്ലാസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ചോർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. മഴക്കാലം വരുന്ന പോയില്ല. അതിന് മുമ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാകുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഒരുമാതിരി നമ്മുടെ ടെറസിന് അതായത് നമ്മുടെ വീടിൻ്റെ റൂഫ് കഴുകൽ ഒരുമാതിരി എല്ലാം തീർന്നു വരികയാണ്. ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളു കഴുകി കഴിഞ്ഞാൽ സെറ്റാണ്, അടിപൊളിയാണ്. നമുക്കന്നേരം പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, അന്നേരം നമ്മുടെ കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു. ഇനി ഈ സൈഡിലത്തെ കട്ടയും കൂടെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് ഇടാനുണ്ട്. അത് ഇന്ന് പ്ലാസ്റ്ററിങ് കഴിഞ്ഞു, നാളെ അത് ബാക്കി ചെയ്യും. ഇപ്പം റൂഫെല്ലാം അടിപൊളിയായിട്ട് പ്ലാസ്റ്റർ ചെയ്തു, നല്ല രീതിയിൽ കട്ടിക്കാനായിട്ട് പ്ലാസ്റ്റർ ചെയ്ത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.